ഗോസിപ്പിൽ നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നത് ബഷീർ? എവിടെയൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഇത് ഗോസിപ്പിൽ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. എല്ലാ പ്രാവശ്യം നമ്മളിങ്ങനെ ബീച്ച്, പാർക്ക്, പിന്നെ എന്താ പറയാ കുതിരേന്റെ ശരിക്കും ബോറടിച്ചു. എന്നിട്ട് കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യാന്ന് വിചാരിച്ചു അല്ലെ. ഫോർട്ട് കൊച്ചി നമുക്ക് ഇങ്ങനെ തെരുവിലൂടെ നമുക്കിങ്ങനെ തെരപ്പാരങ്ങനെ നടന്നെങ്കിൽ ഫോർട്ട് കൊച്ചി സ്ട്രീറ്റ്സിലാണ്. ഫോർട്ട് കൊച്ചി സ്ട്രീറ്റ്സിനെ കുറിച്ച് ആരും കുറവായിട്ടൊന്നും പറയണ്ട. ബിക്കോസ് ടോപ്പ് ആഡുകളും ലൈക് ഫിലിംസിലും ഒക്കെ ലൈക് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഫിലിമിലൊക്കെ നമുക്ക് എന്താണ് എന്തെങ്കിലും ഒരു ഭാഗം ഫോർട്ട് കൊച്ചിയുടെ ഭാഗമായിട്ട് വരും. അത്രയും പ്രശസ്തമായ ആ ഫോർട്ട് കൊച്ചി സ്ട്രീറ്റ്സിൽ തന്നെ ആവട്ടെ അല്ലെ ഇന്നത്തെ ഗോസിപ്പിന്റെ ഷൂട്ട്. So let's start an episode of Gossip. ബഷി, നമ്മുടെ ഇമ്രാൻ ഖാൻ അറിയാലോ അല്ലേ? ഇമ്രാൻ ഖാന് കല്യാണം കഴിഞ്ഞു. 10 വർഷം സ്നേഹിച്ച അവന്തിക എന്നുള്ള പെൺകുട്ടിയാണ് കെട്ടിയത്. എല്ലാവർക്കും അറിയാം, ലൈക്ക് ഇങ്ങനെ പ്രേമിച്ച് കെട്ടിയതാണെന്നുള്ള അറിയാം. പുള്ളിക്കാരത്തി കുറെ ഫിലിംസിൽ ഇങ്ങനെ ഗസ്റ്റ് റോൾ ഒക്കെ ചെയ്യുന്നുണ്ട്. വലിയ റോൾസ് അല്ല, പക്ഷേ ഗസ്റ്റ് റോൾസ്. പുള്ളിക്കാരത്തിക്ക് ലൈക്ക് അഭിനയം ഭയങ്കര പ്രാന്താണ് പോലും. ലൈക്ക് ഇടയ്ക്ക് ജാനേ തു ജാനേന, I hate love story, एक में और एक तू. ഭാഗ്യം കൊണ്ട് ആ പടങ്ങളൊക്കെ ഹിറ്റായി. ചെറിയ ഗസ്റ്റ് റോളൊക്കെയാണ് അഭിനയിച്ചത്, പക്ഷെ ഭാഗ്യം കൊണ്ട് ഹിറ്റായി. പക്ഷെ ലാസ്റ്റ് പടം പറഞ്ഞില്ലേ നമ്മുടെ ഏക് മേർ ഓർ ഏക് തൂ, അതിലാണ് നമ്മുടെ കരീനയും ഇമ്രാനും ഒന്നിച്ച് അഭിനയിച്ചത്. ലൈക് ഹീറോ ഹീറോയിൻസ് ആയിട്ട് അഭിനയിച്ചു. ആ പടത്തിൽ നമ്മുടെ അവന്തിക വന്നിരുന്നു, ചെറിയ ഗസ്റ്റ് റോൾ. അത് ഞാൻ ഹിറ്റായിരുന്നല്ലോ. ഇപ്പം അതിന്റെ ഭാഗ്യം കൊണ്ടാണോ എന്ന് അറിയത്തില്ല, കരൺ ജോഹറിന്റെ മനസ്സിൽ ഇങ്ങനെ റെഡ് പൊട്ടി. അപ്പോൾ അതാ ഇപ്പം ചെയ്യാൻ പോകുന്ന ഒരു ഫിലിമുണ്ട്, പുതിയ ഫിലിം. ആ പുതിയ ഫിലിമിൽ നമ്മുടെ കരൺ ജോഹറാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. അപ്പം ആ പടത്തിലും നമ്മുടെ അവന്തിക ഗസ്റ്റ് റോളായിട്ട് അഭിനയിക്കാൻ പോകുന്നു. അവന്തിക ഗസ്റ്റ് റോളായിട്ട് വന്ന ഫിലിമെല്ലാം വിജയിക്കും എന്നുള്ളതാണ് ഇമ്രാന്റെയും ഇപ്പൊ കരൺ ജോഹറിന്റെ ഒക്കെ മനസ്സിലുള്ള ഒരു അഭിപ്രായം. അത് തന്നെ ഹിറ്റ് ആവട്ടെ, നമുക്ക് അത് സക്സസ് ആവട്ടെ. അവരുടെ വിജയം, അവളുടെ ഭാഗ്യം കൊണ്ട് തന്നെ ഇത് സക്സസ് ആവട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഈ പടം ഇറങ്ങാൻ പോകുന്നത് November 22 ആണ്. നമുക്ക് എന്തായാലും കരീനയുടെയും ഇമ്രാന്റെയും ജോഡിയിലുള്ള ഈ 22 ഇറങ്ങുന്ന നമ്മുടെ അവന്തിക ഗസ്റ്റ് റോൾ ആയിട്ടുള്ള പടം വൻ ഹിറ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കും. എന്തായാലും ഒരു കിടിലം സോങ് കണ്ടാലോ. So do check out and come right back. ബോളിവുഡിൽ ആദ്യമായി ബുള്ളറ്റ് ഓടിച്ച ഹീറോയിൻ ആരാണെന്ന് അറിയുന്നത്? നമ്മുടെ സ്വന്തം കത്രീന കൈഫ്. അതെ, കത്രീന കൈഫ്. ഇപ്പോൾ അടുത്തൊരു ഹീറോയിൻ കൂടെ വരാൻ പോകുന്നത് നമ്മുടെ ശ്രദ്ധ കപൂർ. നമ്മുടെ ആഷിക് 2 ഹീറോയിനായിട്ട് വന്നതാണ് ശ്രദ്ധ കപൂർ. അതെ, ആഷിക് 2 1 ഹിറ്റ് ആയിരുന്നു. പുള്ളിക്കാരത്തിന്റെ രണ്ടാമത്തെ ഒരു ഫിലിം വരാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ ആഷിക് 2 സെയിം ഡയറക്ടർ തന്നെയാണ് ഇതിന്റെ ഡയറക്ടർ. ഹീറോ നമ്മുടെ സ്റ്റുഡന്റ് ഓഫ് ദി ഇയറിലെ സിദ്ധാർത്ഥ് മൽഹോത്ര. അപ്പൊ ഇതില് ഇതുപോലെയുള്ള ഒരു സീനുണ്ട്. അതായത് ശ്രദ്ധ കപൂർ ബുള്ളറ്റ് ഓടിക്കാൻ പഠിച്ചോണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരത്തെ അവിടെ നല്ല ബുള്ളറ്റ് ഓടിക്കാൻ പഠിക്കലും കാര്യങ്ങളും ഒക്കെയാണ്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ അതിന്റെ ഹീറോ ആയിരുന്ന സിദ്ധാർത്ഥ് മൽഹോത്ര, പുള്ളിക്കാരൻ 6 പാക്ക് ആണ് പുള്ളിക്കാരന്റെ ലക്ഷ്യം. 6 പാക്ക്. ഓക്കെ, അപ്പം സിദ്ധാർത്ഥിന്റെ ഹോംവർക്ക് 6 പാക്ക് ആണല്ലേ? അതെ അതെ. പാവം ശ്രദ്ധ റോഡിലും സിദ്ധാർത്ഥ് ജിമ്മിലും. അതേപോലെ തന്നെ എനിക്കൊരു സീൻ അറിയാം, മറ്റേ ജിന്ദഗി ലഗി ദോബാര. അതില് ഇതുകൂട്ട് തന്നെ കത്രീന കൈഫ് ബുള്ളറ്റ് ഓടിച്ച് ഇങ്ങനെ വന്ന് നമ്മുടെ ഹൃതിക് റോഷന് ഒരു ചുംബന സീനൊക്കെ ഉണ്ട്. അതുപോലെയുള്ള എന്തെങ്കിലും ഒരു സീന് ഇതിന്റെ അകത്ത് കാണാം. അത് നമുക്കൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്, ഹോപ്പുണ്ട്. എന്തായാലും ബോളിവുഡിൽ രണ്ടാമത്തെ ഹീറോയിനാണ് ബുള്ളറ്റ് ഓടിച്ച് വരുന്ന ഒരു സീൻ. അതെ അതെ. അപ്പൊ എന്തായാലും നമുക്ക് ഈ സന്തോഷം നമുക്കൊരു സോങ് കണ്ട് തന്നെ എൻജോയ് ചെയ്താലോ? കിട്ടില്ല സോങ് തന്നെയാണ്. നയൻസിലെ നമ്മുടെ സ്വന്തം നയൻതാര കുറച്ച് ബ്രേക്കപ്പിനൊക്കെ ലൈക്ക് നമ്മുടെ പ്രഭുദേവയുടെ കൂടെ പ്രേമത്തിന് ശേഷം നൈരാശ്യം, പ്രേമനൈശ്യം അങ്ങനെയൊക്കെ ആയ ശേഷം പുള്ളിക്കാരി പറഞ്ഞത് ഞാൻ ഇനി ഹോട്ട് വേഷങ്ങൾ ലൈക്ക് അറിയാലോ, നേരത്തെ ബില്ലയിലൊക്കെ കുറച്ച് ഹോട്ട് ചിത്രങ്ങൾ ലൈക്ക് ബിക്നി അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. പുള്ളിക്കാരത്തി ഇനി അങ്ങനത്തെ ഒന്നും അഭിനയിക്കത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ന്യൂസ് ഞാനും കേട്ടായിരുന്നു. അങ്ങനെ ഇനി അഭിനയിക്കില്ല, ബിക്നി ഒന്നും ഇനി അണിയില്ല എന്നുള്ളൊരു സംഭവം. അങ്ങനെയായിരുന്നു നമ്മുടെ രാജാറാണിയുടെ പടം വരെ. പക്ഷെ ഇപ്പൊ വന്ന ഒരു പടം ഇപ്പൊ ഇന്റർനെറ്റിലും ഗൂഗിളിലും ഒക്കെ വൻ ഹോട്ട് ന്യൂസുകളായി മാറിയിരിക്കുകയാണ്. അതായത് ഞാൻ ന്യൂസ് പറയട്ടെ. അതായത് നമ്മുടെ പുള്ളിക്കാരത്തി നനഞ്ഞ് ഒരു വൈറ്റ് ഷർട്ട് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ നടന്നു വരുന്ന രംഗം. അത് ഏത് പടത്തെന്ന് വെച്ചാല് നമ്മുടെ വിഷ്ണുവർദ്ധന്റെ അജിത്തിന്റെ പടം, കോമ്പിനേഷനുള്ള അജിത്തിന്റെ പടമായ ആരംഭത്തിലാണ് പുള്ളിക്കാരത്തി ഇങ്ങനെ വരുന്നത്. ന്യൂ പടം ലൈക്ക് നമ്മുടെ ദീപാവലി സ്പെഷ്യലായിട്ട് റിലീസായ പടമാണ് നമ്മുടെ ആരംഭം ഫിലിം. നേരത്തെ കോമ്പിനേഷൻ നോക്കിയാലും നമ്മുടെ ബില്ലയില്
സെയിം വിഷ്ണുവർദ്ധന്റെ കോമ്പിനേഷൻ. വിഷ്ണുവർദ്ധന്റെയും നമ്മുടെ അജിത്ത് നായകനായ ചിത്രമായിരുന്നു ഈ പടത്തില്. ആണല്ലേ? അപ്പൊ പുള്ളിക്കാരത്തെ ഉദ്ദേശിച്ചത് ബിക്നിയെ ഇനി അണിയില്ല എന്നാണ്. ഇനി അറിയത്തില്ല, ചിലപ്പോ ഇനി മൊത്തം ബിക്നി വേഷങ്ങളായിരിക്കും. ഇനി ചിലപ്പം ആ പ്രേമ നൈരാശ്യത്തിൽ പുള്ളിക്കാരത്തെ ഫുൾ സ്വിങ്ങിൽ വാശിയേറി പടങ്ങൾ ഹോട്ട് ചിത്രങ്ങളായിട്ട് ചില പുള്ളിക്കാരത്തെ പണ്ടെടുത്ത ലൈക് സത്യങ്ങളൊക്കെ മാറ്റി ഇപ്പം വീണ്ടും ഒരു എന്താണ് റീലോഡഡ് നയൻതാര അയച്ച് പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും നല്ല നല്ല പടങ്ങൾ നയൻതാര ചെയ്യട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം. Well, that's all for this gossip.